നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ദേശീയ പണിമുടക്കുന്ന പേരിൽ കേരളത്തിൽ സിപിഎമ്മിന്റെയും സിഐടിയുവിന്റെയും തറ ഗുണ്ടായിസം. എന്നാൽ ഇതൊന്നും വെച്ചു പൊറുപ്പിക്കാൻ തങ്ങൾ തയ്യാറല്ല എന്ന് കട്ടയ്ക്ക് ജനങ്ങളും. സമരവുമായി എത്തിയ സിപിഎമ്മുകാരെയും സിഐടിയുക്കാരെയും പച്ചത്തെറി വിളിച്ച് ജനങ്ങൾ ഓടിക്കുന്നതിന്റെ ദൃശ്യങ്ങളൊക്കെ പലയിടത്തു നിന്നും പുറത്തേക്ക് വന്നിട്ടുണ്ട്. അതിൽ ശ്രദ്ധേയമായി മാറിക്കൊണ്ടിരിക്കുന്നത് മീൻ കച്ചവടക്കാരനെ പോയി ഭീഷണിപ്പെടുത്തുന്ന സിപിഎം നേതാവിന്റെ ഗുണ്ടായിസമാണ്. മര്യാദയ്ക്ക് കടയടച്ചോണം, ഇല്ലെങ്കിൽ മീനിൽ മണ്ണെണ്ണ എടുത്തൊഴിക്കും എന്നുള്ള വെല്ലുവിളിയായിരുന്നു നേതാവ് നടത്തിയത്. പോയി പണി നോക്കടോ എന്ന് കൂടി നിന്ന ജനങ്ങളും പറഞ്ഞു. നീയൊക്കെ വോട്ടും ചോദിച്ചിങ്ങ് വന്നേക്കൂ എന്ന് കട്ടയ്ക്ക് പറഞ്ഞ് ജനങ്ങൾ അടിച്ചോടിക്കുകയായിരുന്നു. കേരളത്തിൽ ദേശീയ പണിമുടക്കല്ല നടന്നുകൊണ്ടിരിക്കുന്നത്, ഗുണ്ടായിസമാണ് നിരത്തുകളിൽ നടക്കുന്നത്. പല വാഹനങ്ങളുടെയും കാറ്റൊക്കെ അഴിച്ചുവിട്ടാണ് സിപിഎമ്മുകാർ ജനങ്ങളെ ദുരിതത്തിലാഴ്ത്തുന്നത്. തൊഴിലാളി യൂണിയനുകൾ രാജ്യവ്യാപകമായി ആഹ്വാനം ചെയ്ത പണിമുടക്കിൽ സംസ്ഥാനത്ത് അക്രമങ്ങളും ഭീഷണിയുമാണ് നടക്കുന്നത്. പത്തനാപുരത്ത് ഔഷധി പൂട്ടിക്കാൻ സമരാനുകൂലികളുടെ ശ്രമമുണ്ടായി. മെഡിക്കൽ സ്റ്റോറുകൾക്ക് ഒരു തടസ്സവും ഉണ്ടാകില്ല എന്ന് പറഞ്ഞിടത്താണ് കേന്ദ്ര സർക്കാരിന്റെ ജൻ ഔഷധി പൂട്ടിക്കാൻ അങ്ങ് തിടുക്കം കാണിച്ചത്. ആശുപത്രിയിലേക്ക് മരുന്നുകൾ എത്തിക്കുന്ന പത്തനാപുരത്തെ ഔഷധി സബ് സെന്ററിലാണ് സമരാനുകൂലികൾ എത്തി ജീവനക്കാരനെ ഭീഷണിപ്പെടുത്തിയത്. ആശുപത്രിയിലേക്കുള്ള മരുന്നുകൾ വിതരണം ചെയ്യുന്നതിനുള്ള ഗോഡൌൺ ആണെന്നും ഇത് അവശ്യ സർവീസിൽ പെടുന്നതാണെന്നും പ്രവർത്തിക്കാൻ അനുവദിക്കണമെന്ന് ഔഷധിയിലെ ജീവനക്കാരൻ പറയുന്നത് ദൃശ്യങ്ങളിൽ കാണാം. ഭീഷണി മുഴക്കിയ സമരാനുകൂലികൾ ജീവനക്കാരനെ ബലമായി പിടിച്ച് പുറത്തിറക്കുകയായിരുന്നു ചെയ്തത്. കൊല്ലത്ത് KSRTC കണ്ടക്ടറെ മർദ്ദിച്ചതായും ഒരു പരാതിയുണ്ട്. ലോറി തടഞ്ഞ് ഡ്രൈവറെ കയ്യേറ്റം ചെയ്യാനും ശ്രമമുണ്ടായി. പോസ്റ്റ് ഓഫീസ് ജീവനക്കാരന് നേരെ കയ്യേറ്റ ശ്രമവും അസഭ്യവർഷവും ഉണ്ടായി. കോഴിക്കോടാണ് മുക്കത്ത് മീൻ കടയിലെത്തി സമരാനുകൂലികൾ ഭീഷണി മുഴക്കിയത്. കടയടച്ചില്ലെങ്കിൽ മണ്ണെണ്ണ ഒഴിക്കുമെന്നും കത്തിക്കുമെന്നും ഭീഷണിപ്പെടുത്തി. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും CITU സംസ്ഥാന കമ്മിറ്റി അംഗവുമായ T വിശ്വനാഥനാണ് ഭീഷണി മുഴക്കിയത്. മീൻ വിൽക്കുന്ന ആൾ വയറ്റിപ്പിഴപ്പാണെന്ന് സഖാക്കളോട് പറഞ്ഞപ്പോഴും അതൊന്നും കേൾക്കണ്ട എന്നും ഉടൻ തന്നെ കടയടയ്ക്കണം എന്നുമായിരുന്നു ഭീഷണി. ഇതോടെയാണ് ചുറ്റും കൂടി നിന്നവർ നേതാവിന് നേരെ തിരിഞ്ഞത്. ഗുണ്ടായിസം കയ്യിൽ വെച്ചാൽ മതിയെന്ന് നേതാവിന്റെ മുഖത്ത് നോക്കി കൂടി നിന്നവർ പറഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞ് നീയൊക്കെ വോട്ടും ചോദിച്ചിങ്ങ് വന്നേക്കൂ എന്നുള്ള മറുപടി കൂടി വന്നതോടെ നേതാവ് ഇളിഭ്യനായി. പോലീസ് നോക്കി നിൽക്കെ തുറന്ന് പ്രവർത്തിച്ച മാളും സമരാനുകൂലികൾ അടപ്പിച്ചിരുന്നു. കോഴിക്കോട് KSRTC സ്റ്റാൻഡിലുള്ള ഭക്ഷണശാലയും അടപ്പിച്ചു. ബംഗളൂരുവിൽ നിന്നടക്കം വന്ന ദീർഘദൂര ബസ്സുകളും തടയുന്ന സ്ഥിതിയുണ്ടായി. തിരുവനന്തപുരത്തേക്ക് വന്നാൽ കാട്ടാക്കടയിൽ കണ്ടക്ടറെ സമരാനുകൂലികൾ മർദ്ദിച്ചു. നെയ്യാറ്റിൻകര ഡിപ്പോയിലെ കണ്ടക്ടർ ഷിബുവിനാണ് മർദ്ദനമേറ്റത്. വാഹനത്തിൽ ഉണ്ടായിരുന്ന യാത്രക്കാരെയും ഇറക്കിവിട്ടു. നടു റോഡിൽ പെരുവഴിയിലേക്ക് ഇറക്കിവിട്ടു. നല്ല ഒന്നാന്തരം ജനകീയ പാർട്ടിയാണ് CPM. അവരുടെ തോന്നിവാസമാണ് ഈ പറയുന്നത്. പിന്നീട് കണ്ടക്ടർ ഷിബു കാട്ടാക്കട സർക്കാർ ആശുപത്രിയിലെത്തി പ്രാഥമിക ചികിത്സ തേടുകയായിരുന്നു. മലപ്പുറം മഞ്ചേരിയിൽ പോലീസും സമരാനുകൂലികളും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. മഞ്ചേരി സെൻട്രൽ ജംഗ്ഷനിലായിരുന്നു സംഭവം. സ്വകാര്യ വാഹനം സർവീസ് നടത്തിയത് തടഞ്ഞ സമരക്കാരെ ചോദ്യം ചെയ്തതിനായിരുന്നു പോലീസുകാരെ തള്ളിയത്. കണ്ണൂർ നെടുങ്ങോം GHSSൽ ജോലിക്കെത്തിയവരുടെ വാഹനങ്ങൾ CPM പ്രവർത്തകർ തകർക്കുകയും അതിന്റെ കാറ്റഴിച്ചു വിടുകയും ചെയ്തു. 15ഓളം അധ്യാപകർ ജോലിക്കെത്തിയിരുന്നു ഇവിടെ. പുറത്തുനിന്നെത്തിയ സമരാനുകൂലികൾ സ്കൂളിൽ കയറി ബഹളമുണ്ടാക്കി. ഇതിനിടെയാണ് കാർ ഉൾപ്പെടെ 7 വാഹനങ്ങളുടെ കാറ്റഴിച്ചുവിട്ടത്. സംഘർഷത്തെ തുടർന്ന് പിന്നീട് പോലീസ് സ്ഥലത്തെത്തുകയായിരുന്നു. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ 10 പ്രതിപക്ഷ ട്രേഡ് യൂണിയനുകളുടെ 24 മണിക്കൂർ പൊതു പണിമുടക്ക് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ അടക്കം 25 കോടിയിലേറെ തൊഴിലാളികൾ പണിമുടക്കിൽ പങ്കുചേരുന്നുവെന്നാണ് അനൌദ്യോഗിക റിപ്പോർട്ടുകൾ. സർക്കാർ ജീവനക്കാർക്ക് ഇന്ന് അവധിയെടുക്കുന്നതിൽ നിയന്ത്രണം ഏർപ്പെടുത്തി സംസ്ഥാന സർക്കാർ ഡയസ് നോൺ പ്രഖ്യാപിച്ചത്. കേരളത്തിൽ പണിമുടക്ക് ഏറെക്കുറെ പൂർണ്ണമാണ്. വെള്ളരിക്കുണ്ട് പരപ്പ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപികയെ സമരാനുകൂലികൾ പൂട്ടിയിട്ടു. രാവിലെ 10 മണിയോടെ സംഘടിച്ചെത്തിയ ഇടത് നേതാക്കളാണ് അധ്യാപിക സിജിയെ ഓഫീസിൽ പൂട്ടിയിട്ടത്. പ്രധാന അധ്യാപികയുടെ ചുമതല വഹിക്കുന്ന അധ്യാപിക പ്രഭാവതിയുമായി സമരാനുകൂലികൾ വാക്കേറ്റം നടത്തി. പോലീസ് എത്തിയാണ് വാതിൽ തുറന്ന് അധ്യാപികയെ മോചിപ്പിച്ചത്. പോലീസിൽ പരാതി നൽകുമെന്ന് അധ്യാപിക പറഞ്ഞിട്ടുണ്ട്. തിരുവനന്തപുരത്ത് KSRTC ബസ്സുകൾ സർവീസ് നടത്തുന്നില്ല. സർവീസ് നടത്തുമെന്ന് ഗതാഗത മന്ത്രി പ്രഖ്യാപിച്ചുവെങ്കിലും പിന്നീട് സമരക്കാർ ഇത് തടയുകയും ബസ്സുമായി പുറത്തിറങ്ങിയവരെ ആക്രമിക്കുകയും ഒക്കെ ചെയ്യുന്ന സംഭവങ്ങൾ ഉണ്ടാകുകയായിരുന്നു. പിന്നീട് സർവീസുകൾ നിർത്തിവെക്കുകയായിരുന്നു.
കടകളെല്ലാം തന്നെ പൂർണ്ണമായും അടഞ്ഞു കിടക്കുകയാണ്. സ്വകാര്യ വാഹനങ്ങൾ ചിലതൊക്കെ ഓടുന്നുണ്ട്. തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങുന്നവർക്ക് പോലീസ് ഗതാഗത സൗകര്യമൊരുക്കുന്നുണ്ട്. RCCയിലേക്കുൾപ്പെടെയാണ് സർവീസ്. ഡയസ്നോൺ പ്രഖ്യാപിച്ചതിനാൽ KSRTC ഡിപ്പോകളിൽ ഉൾപ്പെടെ ഉദ്യോഗസ്ഥർ എത്തിയിട്ടുണ്ട്. എന്നാൽ സർവീസുകൾ നടത്തുന്നില്ല എന്നാണ് യാത്രക്കാരോട് പറയുന്നത്. എത്തുന്നവരെ സർവീസ് ഇല്ലെന്ന് പറഞ്ഞ് മടക്കി അയക്കേണ്ട അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത്. കൊച്ചിയിലും തൃശൂരും സർവീസ് നടത്താൻ ഒരുങ്ങിയ KSRTC ബസ്സുകൾ പണിമുടക്ക് അനുകൂലികൾ തടഞ്ഞു. പോലീസ് സംരക്ഷണത്തോടെ മാത്രമേ സർവീസ് നടത്താവൂ എന്നാണ് ഡിപ്പോകൾക്ക് ലഭിച്ചിരിക്കുന്ന നിർദ്ദേശം. ഇതിനിടെ ചില നാടകങ്ങളും ഒക്കെ അരങ്ങേറിയിട്ടുണ്ട്. പണിമുടക്കിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് തൊഴിൽ മന്ത്രി V ശിവൻകുട്ടി റോസ് ഹൗസിൽ നിന്ന് മേട്ടുക്കടയിലെ CPM ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് നടന്നെത്തി. 6 മാസം മുൻപ് പ്രഖ്യാപിച്ച സമരമാണെന്നും ഒരു തവണ മാറ്റിവെച്ചിരുന്നുവെന്നും സമരക്കാർ ബോധപൂർവം ജനങ്ങളെ ദ്രോഹിക്കുന്നുവെന്ന് പറയാൻ കഴിയില്ല എന്നും മന്ത്രി പറഞ്ഞത്. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ എത്തി മെഡിക്കൽ കോളേജിലേക്കും മറ്റും യാത്ര ചെയ്യാൻ എത്തിയവരെ സ്ഥലത്തെത്തിക്കാൻ പോലീസിന്റെ ഇടപെടലാണ് ഒരു ആശ്വാസമായത്. പോലീസ് വാഹനങ്ങളിലാണ് ഇവരെ ലക്ഷ്യസ്ഥാനങ്ങളിലേക്കൊക്കെ കൊണ്ടുപോയത്. ദീർഘദൂര KSRTC ബസ്സുകളെ പോലും തടയുന്ന ഒരു സമീപനമാണ് ഉണ്ടായിരിക്കുന്നത്. ബസ്സിന് മുന്നിൽ കിടന്നും ഇരുന്നുമൊക്കെയാണ് CITUകാർ പ്രതിഷേധിച്ച് ബസ് തടയുന്നത്. BMS സംഘടനയിൽ പ്രവർത്തിക്കുന്ന ജീവനക്കാരാണ് ബസ്സുകൾ പുറത്തേക്ക് ഇറക്കിയത്. ഇതിനെ തടയുകയായിരുന്നു CITU. KSRTC ജീവനക്കാർ പണിമുടക്കിന്റെ ഭാഗമാകില്ലെന്നുള്ള മന്ത്രി KB ഗണേഷ് കുമാറിന്റെ പ്രസ്താവന ട്രേഡ് യൂണിയനുകൾ തന്നെ തള്ളിക്കളഞ്ഞിരുന്നു. പണിമുടക്ക് നോട്ടീസ് നേരത്തെ നൽകിയതാണെന്നും ഇവർ വാദിച്ചു. KSEBയിലും KSRTCയിലും ഡയസ്നോൺ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിനിടെ സർക്കാർ ഓഫീസിലെയും മറ്റു ചില സ്വകാര്യ സ്ഥാപനങ്ങളിലുമൊക്കെ ജോലിക്കെത്തിയ ജീവനക്കാരെ ഓഫീസുകളിൽ കയറി ഭീഷണിപ്പെടുത്തുകയും കൊല്ലും വെട്ടും എന്നുള്ള ഭീഷണി മുഴക്കുകയും ചെയ്ത ദൃശ്യങ്ങളൊക്കെയും ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. കേരളത്തിൽ മാത്രമാണ് ദേശീയ പണിമുടക്ക് ഒരു ഗുണ്ടായിസമായി മാറിയിരിക്കുന്നത്. ഡൽഹി, മുംബൈ, ചെന്നൈ, ബംഗളൂരു തുടങ്ങിയ മെട്രോ നഗരങ്ങളെ പണിമുടക്ക് ബാധിച്ചിട്ട് പോലുമില്ല. ഇവിടങ്ങളിൽ ജനജീവിതം സാധാരണ നിലയിലാണ്. ഡൽഹിയിലെ ഓഫീസുകൾ വിവിധ തൊഴിലാളി സംഘടനകളുടെ നേതൃത്വത്തിൽ റാലിയും മറ്റും സംഘടിപ്പിക്കുന്നുണ്ട്. ജന്തർ മന്ദിറിൽ സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധമുണ്ട്. ബീഹാറിലെ ജഹാനാബാദിൽ RJD പ്രവർത്തകർ റെയിൽവേ ട്രാക്ക് ഉപരോധിച്ചിരുന്നു. ഈ വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ പ്രതിഷേധം ശക്തമാക്കാനാണ് പ്രതിപക്ഷ പാർട്ടികളുടെ തീരുമാനം. കേരളത്തിൽ ഒരു ഗുണ്ടായിസമാണ് നടക്കുന്നതെന്നും ഇതൊന്നും അനുവദിച്ചു കൊടുക്കാൻ കഴിയുകയില്ല എന്നും ജനങ്ങളിൽ പലരും ഇപ്പോൾ പ്രതികരിച്ചിട്ടുണ്ട്. ഞങ്ങൾ ആരും ഈ പണിമുടക്കിന്റെ ഭാഗമാകാൻ തയ്യാറാകുന്നവരല്ല. ഞങ്ങൾക്ക് എന്നത്തെയും പോലെ ഒരു സാധാരണ ദിവസമായി ഈ ദിവസവും മാറണം. അതുകൊണ്ടാണ് ഞങ്ങൾ നിരത്തിലേക്ക് ഇറങ്ങിയതെന്നും പല ആൾക്കാരും പ്രതികരിച്ചിട്ടുണ്ട്. CPMന്റെ നേതൃത്വത്തിൽ തനി ഗുണ്ടായിസവും പ്രവർത്തകരുടെ ധാർഷ്ട്യവും ഒക്കെയാണ് നടക്കുന്നതെന്നും ഇതൊന്നും വെച്ചു പൊറുപ്പിക്കാൻ ഞങ്ങൾ ആരും തയ്യാറല്ല എന്നും എല്ലാവരും പ്രതികരിക്കുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.